കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇനി അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പോയിരിക്കേണ്ട നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു ജേണിയിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തലപുകഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ആണിപ്പോൾ നിങ്ങളുടേത്. ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈനിൽ നിന്നും ഉള്ള പരീക്ഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് എനിക്കിവിടെ നിന്ന് ഷഫിൾ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള എനർജി മാത്രമല്ല എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് കാർഡ്സ് ഓൾസോ ഇവിടെ വന്നിട്ടുണ്ട്, ദ ഫയർ ഓഫ് റീബർത്ത്. അപ്പോൾ ഇതിലെനിക്ക് ഒരുപാട് പേരുടെ റീഡിങ്ങിൽ അല്ലെങ്കിൽ റീഡിങ് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്ന എനർജിയാണ് പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആക്ച്വലി പറയുവാണെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ പകുതിയും നമ്മളുടെ കർമ്മ ബേസ് ചെയ്തിട്ടുള്ള ലൈഫാണ്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തൊക്കെ കർമ്മകൾ അവിടെ ചെയ്തിട്ടുണ്ടോ അത് ഹീൽ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മളെ ലൈഫ്. സോ ഈ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള പേഴ്സണും എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുകയാണ് ഇതൊരു പാസ്റ്റ് ലൈഫിൻ്റെ എനർജി. കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സോൾ എനർജിയിൽ രണ്ട് പേരെയും ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ള എനർജി കിട്ടുന്നുണ്ട്. ആൻഡ് വൺ മോർ എനർജി എനിക്ക് വരുന്നത് നിങ്ങളുടെ പ്രണയബന്ധം ഉണ്ട്. കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയുമായിട്ട് പ്രണയബന്ധമായിരുന്നു. ചില വ്യക്തികൾക്ക് മാത്രം ഒരു എന്താ പറയുക, ഒരു മെറ്റേണൽ ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു ഫാദർ ഫിഗർ മദർ ഫിഗർ ആയിട്ടുള്ളൊരു ഒരു എനർജിയും കിട്ടുന്നുണ്ട്. വളരെ ചെറുത് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാ തരത്തിലും ഒരു പ്രൊട്ടക്ഷൻ, ഹാപ്പിനെസ്, നമ്മളുടെ ആരോ ആണ് നിങ്ങളുണ്ടെങ്കിൽ ലൈഫിൽ എനിക്ക് ആരെയും വേണ്ട എന്നുള്ളൊരു സ്ട്രെങ്ത്ത് എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. ഇടയ്ക്ക് നമുക്ക് ആ നിങ്ങളെ വ്യക്തിയെ വാത്സല്യിക്കാനായിട്ട് തോന്നുക. നിങ്ങളെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പാമ്പർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് എനർജിയാണ് കേട്ടോ വരുന്നത്. എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു പാമ്പറിങ് ഉണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞ പോലെ അത്തരത്തിലായിരിക്കണം എന്നില്ല. ലൈക്ക് ഒരു ഫാദർ മദർ അങ്ങനത്തെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. വളരെ ഒരു പേഴ്സൻറ്റേജ് ആണ് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് വളരെ ഒരു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറാനായിട്ടൊക്കെ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആകാം. ആൻഡ് എസ്പെഷ്യലി ഈ ജന്മം നിങ്ങൾക്ക് വന്നിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ദ റോസ് ഈസ് റെപ്രസെൻറ്റിങ് ദ ലവ്. സോ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ജേണി, ഇപ്പോൾ ലൈഫ് ഓഫ് ജേണി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്. അത് തല പുകഞ്ഞ് എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ എന്ന് പറയില്ല. അത് നിങ്ങൾക്ക് തന്നെ ഒരാളോടും പറയാൻ പറ്റില്ല. വേറൊരാളോടും തുറന്ന് പറയാതെ ഉള്ളിലിട്ട് ഇങ്ങനെ ഉരുകിത്തീരുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിൽ കാണുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെയും ഒരു എന്താ പറയുക, ജീൻ എന്നൊക്കെ പറയില്ല നമ്മളെ, അല്ലെങ്കിൽ RNA DNA എന്നൊക്കെ പറയുന്ന സംഭവം കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സോളിനെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ സോള് വളരെയധികം ഒറ്റപ്പെട്ടിരുന്ന് കരയുന്നൊരവസ്ഥ. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ദൈവത്തെ വിളിക്കുന്നുണ്ടായിരിക്കും, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഒന്നും നിങ്ങൾക്കിപ്പോൾ അത് ഫലപ്രദത്തിൽ വരുന്നുണ്ടായിരിക്കില്ല. അതിവിടെ കാണുന്നുണ്ട്. ഓൾസോ നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ടേക്ക്
ഒരുപാട് കരിയറിൽ പോലും ചേഞ്ചസ് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഡിഫിക്കൾട്ടായിട്ടുള്ള ലൈഫിൽ ഓരോരോ ഫേസസുകൾ, കരിയറിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട്. ആർക്കെങ്കിലും ജോലി പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് കമ്മിങ് സൂൺ. ഓർ അതർവൈസ് എന്തെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിലായിരിക്കുന്ന സിറ്റുവേഷനിലോ ആൾക്കാരുടെ കൊളീഗ്സിൻ്റെ അടുത്തോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അടുത്തുനിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീരസം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്നാണോ ലൈഫിൽ ഓക്കെ അതിന് മുമ്പ് എനിക്ക് ആ പേഴ്സണിൻ്റെ എനർജി കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നതേ നിങ്ങളടുത്ത് പലതരത്തിലുള്ള തെറ്റുകളും ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും അവർ നിങ്ങളുടെ ഇതിലേക്ക് തന്നിട്ടുണ്ട്. അത് സോർഡ് ഓഫ് കറേജ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കത്തിയെടുത്ത് കുത്തിയാൽ എങ്ങനെ നിങ്ങൾക്ക് നോവിക്കും അതുപോലെ ആ ഒരു ഹൃദയം നിങ്ങളുടെ നൊന്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ പല പെരുമാറ്റങ്ങളിലൂടെയും. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും എല്ലാം ഇപ്പോൾ ഈ ഒരു വ്യക്തിയിലാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ 2 വഴികൾ തുറന്നു തരാനായിട്ട് പോവുകയാണ്. ഇനി വരാൻ പോകുന്നത് ദ ചോയ്സ് ഗേറ്റ് ആണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നത് 2 വഴിയാണ് നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു തരാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷണ കാലഘട്ടമാണ്. ഓക്കെ, ആ 2 വഴിയിൽ നിങ്ങൾ ഏത് വഴി ചൂസ് ചെയ്യുന്നുവോ ആ വഴിയിലായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനി ഉള്ളത്. നിങ്ങളൊരു തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾക്ക് പറയാണ്. ചിലപ്പോൾ ഡിവൈൻ 2 ഇത് വന്നിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് ചിലപ്പോൾ കരിയർ അല്ലെങ്കിൽ ലവ് ലൈഫ് ചിലപ്പോൾ അങ്ങനെയും വെച്ചേക്കാം. ഓക്കെ, അതിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നുവോ ചിലപ്പോൾ നിങ്ങൾ കരിയർ ചൂസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അവിടെ ലവ് ലൈഫ് ബെറ്റർ ആവുക. നിങ്ങൾ പോയി ലവ് ലൈഫ് നിങ്ങളുടെ ഇപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി നിങ്ങളുടെ ലവ് ലൈഫിലേക്കാണ്. ആ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തും ഉപേക്ഷിക്കാനും തയ്യാറാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്യാത്തവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഈ ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയ 2 ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ ലവ് ലൈഫ്, എപ്പോഴും ലവ് ലൈഫ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റിലേക്ക് വരുന്നത് വേറെ എന്തെങ്കിലുമായിരിക്കും. നിങ്ങൾ ഞാനൊരു അഡ്വൈസ് പറയാം. നിങ്ങൾ ഓടിച്ചെന്ന് ലവ് ലൈഫ് എന്ന് തിരഞ്ഞെടുക്കരുത്. കാരണം ഇവിടെ ഓപ്പോസിറ്റ് റിയാക്ഷനിലാണ് വരുന്നത്. പരീക്ഷണമാണ്. നിങ്ങൾ ലവ് ലൈഫ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളായിരിക്കും. കാരണം നിങ്ങളത് ഓപ്പോസിറ്റുള്ള കാര്യമാണ് സെലക്ട് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തുള്ള ലവ് ലൈഫ് വളരെ ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓക്കെ.